वल्लभा जय गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरवनचारी जय कुंज बिहारी यमुना तीरवनचारी जय कुंज विहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा Hare Krishna Mataji, thank you very much. Om Namo Bhagavate Vasudevaya, Om Namo Bhagavate Vasudevaya, Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamutirayet Nashtaprayeshu Bhadreshu Nityam Bhagavata Sevaya Bhagavate Ruttamasloke Bhaktir Bhavadi Naishtagi Krishnaya Vasudevaya Devaki Nandanaya Cha Nandagopakumaraya Shri Govindaya Namo Namaha Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhar Shivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മള് ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേൾക്കാമല്ലേ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭക്തിരസാമൃത സിന്ധുവിന്റെ ഒരു മിനിറ്റ്. സോ നമ്മള് അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ഭാവഭക്തി എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭാവഭക്തിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. അതായത് ഭക്തിരസാമൃത സിന്ധുവിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം കിഴക്കൻ തിര അല്ലെങ്കിൽ പൂർവ വിഭാഗ എന്ന് പറയും. അതിന് പലതരത്തിൽ പറയുന്നുണ്ട്. പൂർവ വിഭാഗ എന്ന് പറയുന്നുണ്ട്, പൂർവാംബു എന്ന് പറയുന്നുണ്ട്. ഈ ഈസ്റ്റേൺ വേവ് അല്ലെങ്കിൽ കിഴക്കൻ തിര അത് സാധന ഭക്തിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഭക്തിരസാമൃത സിന്ധു നമ്മൾ എടുത്തിട്ട്, സോറി കേട്ടോ, ഞാനൊന്ന് തില കിട്ടില്ല, സോറി, ഞാന് ഇതിൽ പോവാണ്, നോ വീഡിയോയിൽ പോവാണ് കേട്ടോ. അപ്പോ നമ്മൾ കണ്ടത് ഈസ്റ്റേൺ വേവ് ആണ്.
ഈസ്റ്റേൺ വേവ് കഴിഞ്ഞു. അതിൽ കൂടുതലായിട്ട് സാധനാ ഭക്തിയെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ പ്രാക്ടീസ് ഓഫ് ഭക്തി. അടുത്തത് പറഞ്ഞു സദേൺ വേവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അത് സംസാരിക്കുന്നത് ഭാവഭക്തിയെ കുറിച്ചിട്ടാണ്. അതിന് ദക്ഷിൺ വേമ്പ്, ദക്ഷിണാംബു എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം സദേൺ വേവ് എന്ന് പറയാം. അതാണ് ദക്ഷിണ തിര. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് ഭാവഭക്തിയാണ്. എന്താണ് ഈ ദക്ഷിണ തിരയുടെ കണ്ടന്റ്സ്, എന്തിനെ കുറിച്ചാണ് അത് കൂടുതലായിട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. ഭാവഭക്തി എന്താണ്, പ്രേമഭക്തി എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതന്നെ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഓക്കെ, അതായത് ഇതിന്റെ ഡെഫിനേഷനെ കുറിച്ച് പറയേണ്ടത്. ഭാവഭക്തിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേമയുടെ ഒരു കണിക, അത് പ്രേമയുടെ ഒരു കണിക നമ്മുടെ ഹൃദയത്തെ സോഫ്റ്റ് ആക്കുന്നു. അതിനെയാണ് എന്താണ് ഒന്നുകൂടിയും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യകിരണം നമ്മുടെ ഹൃദയത്തിനെ, അതായത് പ്രേമയാകുന്ന സൂര്യകിരണം നമ്മുടെ ഹൃദയത്തിനെ സോഫ്റ്റ് ആക്കുന്നു. അതാണ് ആദ്യത്തെ ഡെഫിനേഷൻ ഭാവഭക്തിയുടെ. ഭാവഭക്തി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കൃപാസിദ്ധി, മറ്റൊന്ന് സാധനാസിദ്ധ അല്ലെങ്കിൽ സാധനാസിദ്ധി. അപ്പൊ ഈ സാധനാസിദ്ധിയാണ് ആദ്യം വരുന്നത്. സാധനാസിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭക്തി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ലാസ്റ്റിൽ നമുക്ക് അറ്റൈൻ ചെയ്യുന്നതിന് സാധനാസിദ്ധി എന്ന് പറയും. അത് തീവ്രമായിട്ടുള്ള ഭക്തി ചെയ്യുന്നത് മൂലം ലഭിക്കുന്നതാണ്. അല്ലാതെ ഞാൻ 4 മാല ജപിച്ചു, 4 മാല ജപിച്ചു കഴിഞ്ഞപ്പോഴ് മതിയായി, ഞാൻ ട്രാൻസെൻഡന്റൽ പൊസിഷനിലായി എന്ന് വിചാരിക്കും. അത് അങ്ങനെയുള്ളവർക്കല്ല. റെഗുലറായി 16 മാല അങ്ങനെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതിന് സാധനാസിദ്ധി എന്ന് പറയും. ശ്രീല പ്രഭുപാദിന്റെ സമയത്ത് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഭയങ്കര ചാൻഡിങ് ചെയ്യുമായിരുന്നു. ഡെയിലി 64 മാല ജപിച്ചിരുന്നു. പ്രഭുപാദ് പറഞ്ഞു, സർവീസ് ചെയ്യൂ, എന്തേ നാമം ജപിച്ചുകൊണ്ടിരിക്കും? അല്ല പ്രഭുപാദ്, എനിക്ക് 64 റൗണ്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി എന്തും ചെയ്യുള്ളൂ. അപ്പൊ ശൈല പ്രഭുപാദ് പറഞ്ഞു, ഓക്കെ തഥാസ്തു, അങ്ങനെ ചെയ്തോളൂ. അപ്പൊ ഈ ഭക്തൻ സദാസമയം രാവിലെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇരുന്ന് ചാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കും. 64 മാല. 64 മാല ജപിക്കണമെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂർ വേണം. നമുക്ക് 16 മാല ജപിക്കാനേ ചിലവർക്കൊക്കെ 6 മണിക്കൂർ ആവുന്നുണ്ട്. പിന്നെ ഈ 64 മാല ജപിക്കാൻ 6 മണിക്കൂർ എങ്ങനെയാ? കുറവല്ലേ? തീർച്ചയായിട്ടും മിനിമം, അതായത് ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം 3 ലക്ഷം മാലകളാണ് ജപിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 184 മാല. 184 into 108 ഡിവൈഡഡ് ബൈ ടൈം, ആ സമയം. അപ്പൊ നമുക്ക് എത്ര മാല ജപിച്ചു എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഈ ശീല പ്രഭുപാദന്റെ ശിഷ്യൻ
അദ്ദേഹത്തിന് എപ്പോഴും ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ചാൻഡിങ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരി രാമ 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 ഹരേ ഹരേ അങ്ങനെ നാമം ജപിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഭയങ്കര അതിശയം, എന്ത് ആ പ്രഭുവിന്റെ നാമരുചി കണ്ടില്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ പ്രഭുവിനെ കാണാതെ ഡിവോട്ടീസ് എല്ലാം തിരയാണ് ഈ പ്രഭുവിനെ. എവിടെ പോയി നമ്മുടെ നാമം ചൊല്ലുന്ന പ്രഭു, വളരെയധികം ഹരിനാമം ചൊല്ലിയിരിക്കുന്ന പ്രഭു എവിടെ പോയി? ഒരു 1.5 വർഷം അദ്ദേഹത്തിനെ കണ്ടില്ല. അവസാനം പെട്ടെന്ന് അദ്ദേഹം പ്രത്യക്ഷനായപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. നോക്കുമ്പോ മാലയൊന്നും കാണുന്നില്ല. അപ്പൊ ഡിവോട്ടീസ് ചോദിച്ചു, എന്ത് പറ്റി, മാലയൊക്കെ ജപിച്ചില്ലേ? മാല എന്താണ് ജപിക്കുന്നില്ലേ ഇപ്പോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ എന്നും 64 മാല ജപിച്ചു, കുറെ കാലം 64 മാല ജപിച്ചു. അപ്പോ എന്റെ ലൈഫ് ടൈമിന് ആവശ്യമായിട്ടുള്ള മാല ജപിച്ചു ഞാൻ. ഇനി ഞാനിപ്പോ എന്റെ ഭാര്യയുടെ, എന്റെ കുടുംബ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചാൻഡിങ് ചെയ്തിട്ട് അവസാനം മായയിൽ പോയി ചാടി. മായ എന്ന് പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും എന്താ പറയണത്, മായ അല്ല, സഹധർമ്മിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാമം ജപിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഭക്തിയുക്ത സേവനത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മളതിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ ഇവിടെ അദ്ദേഹം കല്യാണം കഴിച്ച മാതാജി ഭക്തിയൊന്നും ചെയ്യണ്ട, ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ചാൻഡിങ് ബാഗ് എല്ലാം മാറ്റി വെച്ചിട്ട് ചാൻഡിങ് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഭൗതിക ജീവിതത്തില് കൂടുതൽ മുഴുകിപ്പോയി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ സാധന പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അല്ലാതെ ഒരടിക്ക് ഞാൻ കൂടുതൽ ചെയ്യുന്നു, അടുത്തടിക്ക് കുറച്ച് ചെയ്യുന്നു, അടുത്തത് കൂടുതൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്തി ചെയ്യരുത്. ഭക്തി പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ അതാണ് സാധനാസിദ്ധന്മാരെന്ന് പറയുന്നത്, സാധനാസിദ്ധി എന്ന് പറയുന്നത്. അടുത്തത് കൃപാസിദ്ധിയാണ്. ഈ കൃപാസിദ്ധി എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനിൽ നിന്നോ ഭഗവത് ഭക്തന്മാരുടെ കൃപയിൽ നിന്നോ കിട്ടുന്നതാണ്. അതിനെ കൃപാസിദ്ധി എന്ന് പറയും. അത് കിട്ടിക്കഴിഞ്ഞാല് ആ എക്സ്റ്റാറ്റിക് ഇതിലായിരിക്കും നമ്മൾ. ഭഗവാന്റെ ദയ മൂലം ലഭിക്കുന്നതാണത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. ഇനി എന്താണ് ഭാവഭക്തിയുടെ സ്വഭാവ സവിശേഷതകൾ? അതായത് ഈ ഭാവഭക്തിയുടെ കണ്ടന്റിനെ കുറിച്ചാണ് പറയണത്. സ്വഭാവ സവിശേഷതകളുണ്ട്. അതില് ശുദ്ധ സത്വ വിശേഷാത്മാ, ഈ ശുദ്ധ സത്വ വിശേഷാത്മ എന്ന് വെച്ചാൽ പ്യുവർ ആയിട്ടുള്ള സ്പിരിച്വൽ എസൻസ്. രണ്ടാമത്തത് രുചി ഭാവ ലാവണ്യ മമത, അതായത് ഭഗവാനോടുള്ള ഡീപ്പ് അഫെക്ഷൻ അല്ലെങ്കിൽ സാധനയോടുള്ള ഡീപ്പ് അഫെക്ഷൻ. പിന്നെ ഇത് സ്വഭാവ സവിശേഷതകളാണ്. ഇനി 9 അനുഭാവാസ് ഉണ്ട്. ഭാവഭക്തിയുടെ 9 അനുഭാവാസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയോ അത്? കൃഷ്ണ പ്രഭു, ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, അത് ഭക്തിയുടെ 9 സ്റ്റേജസ് ആണ്. ഇത് ഭാവഭക്തിയുടെ 9 സിംപ്റ്റംസ് ആണ്. ഹരേ കൃഷ്ണ പ്രഭു.
ഹരേ കൃഷ്ണ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന്, ആർക്കെങ്കിലും അറിയോ? ഭക്തിയുടെ 9 തലങ്ങള്. ആ, സ്വഭാവവിശേഷം: ശാന്തി, യെസ്. അവ്യർത്ഥ കാലത്വ, പിന്നെ വിരക്തി. അതല്ലേ പ്രഭു? അതന്നെ. പിന്നെ മാനശൂന്യത, ആശാബന്ധ, സമുത്കണ്ഠ, നാമഗാന സദാരുചി, ആസക്തി. ഹരേ കൃഷ്ണ. ഇനിയുണ്ട് മാതാജി. നാമഗുണ സദാരുചി, നാമഗാന സദാരുചി, ആസക്തി ഗുണാഖ്യായ, ഗുണാഖ്യാനെ, ആസക്തി തദ്ഗുണാഖ്യാനെ, പ്രീതിസ്തത് വാസസ്ഥലേ. ഈ 9 സിംറ്റംസ് ആണ്. അതായത് നമുക്ക് ഫീവർ ഉണ്ടാകുമ്പോൾ സിംറ്റംസ് ഉണ്ടാവും. കുളിരൊക്കെ അടിക്കും നമുക്ക്, അല്ലെ? നമ്മൾ ഭയങ്കരമായിട്ട് വിറയ്ക്കാറുണ്ട്. നല്ല പനി വന്നു കഴിഞ്ഞാൽ വിറയ്ക്ക് നമ്മൾ മൂടി പൊതിച്ച് കിടക്കേണ്ടി വരും. അതേമാതിരി ഭാവഭക്തിയുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരിൽ 9 ഗുണങ്ങൾ ഉണ്ടായിരിക്കും, 9 സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതെന്താണ്? ഒന്ന് ശാന്തി, അവ്യക്ത കാലത്വ, വിരക്തി, മാനശൂന്യത, ആശാബന്ധ, സമുത്കണ്ഠ, നാമഗാന സദാരുചി, ആസക്തിസ്തദ് ഗുണാഖ്യാനെ, പ്രീതിസ്തദ് വസതി സ്ഥലേ. ഇതെല്ലാവർക്കും അറിയാലോ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിരുന്നു പ്രഭു, ഒന്നുകൂടെ പറ. ഓക്കെ. ശാന്തി. ശാന്തി എന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസ് ആൻഡ് ടോളറൻസ് എന്ന് പറയും. അതായത് സഹിഷ്ണുത, പിന്നെ ക്ഷമ. ഇതിന് ശാന്തി എന്ന് പറയും. ശാന്തി. ഇനി അവ്യർത്ഥ കാലത്വ. അവ്യർത്ഥ കാലത്വം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തി, ഭാവഭക്തിയിലിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം മണ്ടൈനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഒരു നിമിഷം പോലും ഭൗതികമായിട്ട് സംസാരിക്കാതെ ഭഗവത് ചിന്തയിലിരിക്കുന്ന വ്യക്തി, അതാണ് അവ്യർത്ഥ കാലത്വ എന്ന് പറയുന്നത്. മൂന്നാമത്തത് വിരക്തി. അതായത് ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും വിരക്തി, ഭൗതികതയോട് വിരക്തി തോന്നുക. നമുക്കറിയാം രഘുനാഥ് ദാസ് ഗോസ്വാമി, അദ്ദേഹം ഒരു ജമീന്ദാരുടെ മകനായിരുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പൊ ഒരു 525 550 വർഷം എന്ന് വെച്ചോളൂ, ചൈതന്യ മഹാപ്രഭുവിന്റെ ടൈമില് അദ്ദേഹം ഒരു ജമീന്ദാരുടെ മകനായിരുന്നു. ആ സമയത്ത് അവർക്ക് ഒരു വർഷം 12 ലക്ഷം രൂപ ലഭിക്കുമായിരുന്നു. എപ്പോഴാണ് പറയണത്? 525 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോ അവർക്ക് 12 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു. എത്ര പൈസയാണെന്ന് നോക്കിക്കോളൂ. പക്ഷേ അദ്ദേഹത്തിന്, രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക്, ഈ പൈസയിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഒരു ഇൻട്രസ്റ്റും ഇല്ല. വയസ്സായപ്പോൾ അച്ഛനും അമ്മയും ഡിസൈഡ് ചെയ്തു, ഈ കുട്ടി എന്തോ ഭക്തിയിൽ കൂടുതലായിരിക്കുകയാണ്, ഈ കുട്ടീനെ ഭക്തിയിൽ വിടാൻ പറ്റില്ല, ഉടനെ നമുക്ക് കല്യാണം കഴിപ്പിക്കാവുന്ന. കല്യാണം കഴിപ്പിച്ചു. പക്ഷെ ഭാര്യയോടും അദ്ദേഹത്തിന് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അദ്ദേഹം വീട്ടിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചു. പക്ഷെ അച്ഛൻ
ജമീന്ദാരായിരുന്നത് കൊണ്ട് അച്ഛന്റെ പടയാളികൾ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നു. അപ്പോ വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികതയോടുള്ള താല്പര്യമില്ലായ്മ, അതിന് വിരക്തി എന്ന് പറയണം. ആ ഒരു സ്വഭാവം, സിംറ്റം നമുക്ക് ഭാവഭക്തിയിലുള്ള ഒരു ഭക്തനിൽ കാണാൻ സാധിക്കും. ഇനി മാനശൂന്യത. ഈ മാനശൂന്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ബാധകമാണ് കേട്ടോ. ഈഗോ അതേമാതിരി പ്രൈഡ് രണ്ടും ഇല്ലാത്തൊരവസ്ഥ. ഞാൻ 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 അതേമാതിരി എൻ്റെ സ്റ്റേറ്റസിനനുസരിച്ചുള്ള ഒരു ചിന്ത, അത് ഒരിക്കലും ഇല്ല അവിടെ. ഒരു ഭക്തനിൽ ഒരിക്കലും അതുണ്ടാവുന്നില്ല. അതിനെയാണ് മാനശൂന്യത. ഇത് നമ്മള് ചൈതന്യ മഹാപ്രഭു നമുക്ക് ശിക്ഷാഷ്ടകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? തൃണാദപി സുനീശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് മാനശൂന്യത എന്നെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് തൃണാദപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും മരത്തിനേക്കാൾ ക്ഷമയോട് കൂടിയിട്ടും പുല്ലിനേക്കാൾ ഭവ്യതയോട് കൂടിയിട്ടും ആയിരിക്കണം നമ്മൾ ഉണ്ടാവണം, നമ്മൾ ഇരിക്കണം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് ഇവിടെയും മാനശൂന്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശാബന്ധ. ഈ ആശാബന്ധ എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ ഭഗവത് ഭക്തിയിൽ ഇരിക്കുന്നത് ആ വ്യക്തിക്ക് ഭഗവാനിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ട്. അതായത് ഭഗവാന്റെ കൃപയില് അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എന്നെ എൻ്റെ ഭഗവാൻ സംരക്ഷിക്കും, അല്ലെങ്കിൽ എന്നെ എൻ്റെ ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള പൂർണ്ണ വിശ്വാസം. നമ്മള് ഭക്തന്മാരാണ് എല്ലാവരും, അല്ലെ? എല്ലാവരും ഭക്തന്മാരാണ്. നിങ്ങള് ഇപ്പൊ ഒരു കാര്യം ചെയ്യും. ഞാൻ ഒരാളുടെ പേര് പറയാം, ഒരു പേര് വിളിക്കാം കേട്ടോ. നോക്കട്ടെ ആരായിരിക്കുന്ന നോക്കട്ടെ. ഓക്കെ, GK നായർ പ്രഭു. ഇപ്പോ പ്രഭു തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് വെച്ചോളൂ. പ്രഭുവിന് ആരോട് ചോദിക്കുകയാണ് എന്താ ചെയ്യണ എന്ന് ചോദിക്കുക. അതായത് എപ്പോഴാണ് തിരുവനന്തപുരത്ത് വരുന്നതെന്ന് ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നു. പ്രഭു എന്താ പറയാ? തിരുവനന്തപുരത്തേക്ക് പോകാന് വഴി അന്വേഷിക്കണം ആദ്യം, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അല്ല, പ്രഭുവിന്റെ ഒരു അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ചോദിക്കുകയാണ് എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭു എന്താ പറയാ? സമയം ലഭിക്കുന്നത് അനുസരിച്ച് വരാമെന്ന് പറയും. സമയം ലഭിക്കും. ഓക്കെ, നമ്മള് എങ്ങനെ പറയണം എന്നുള്ളതുണ്ട്. അതായത് ഒരു 2 മിനിറ്റ് തരണം. 2 മിനിറ്റ്, 2 മിനിറ്റ്. ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു തരാം. ഒരേ ഒരു മിനിറ്റ്.
ഹരേ കൃഷ്ണ. അപ്പൊ അതില് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളൊരുന്നുണ്ട്. നമ്മൾ പറയേണ്ടത് വേറെ ഒന്നുമില്ല. ആ പ്രഭു വിളിച്ചപ്പോൾ ഇപ്പൊ എന്നെ വിളിക്കുകയാണ്, ഇപ്പൊ ജി കെ പ്രഭു എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ പ്രഭുവിനോട് പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ ജി കെ പ്രഭു, അല്ല ജി കെ പ്രഭു എന്നോട് ചോദിക്കണം, പ്രഭു എന്നാണ് പ്രഭു കൊല്ലത്ത് വരുന്നത്, അല്ലെങ്കിൽ എന്നാണ് പട്ടാഴിയിൽ വരുന്നത്, പ്രഭു വിളിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രഭു ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വന്നേക്കും. ആ ഒരു ടെൻഡൻസി നമ്മളിൽ വരുത്തണം. അതായത് അങ്ങനെ സംസാരിക്കുന്ന രീതി നമ്മളിൽ ഉണ്ടാക്കണം. അത് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭക്തിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ, അതായത് നമ്മള് 100% കൃഷ്ണ കോൺഷ്യസ് ആണെന്ന് പറയാൻ സാധിക്കും. മനസ്സിലായ പ്രഭു ഇത്? മനസ്സിലായി പ്രഭു, മനസ്സിലായി. അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? ഭഗവത് കൃപയുണ്ടെങ്കിൽ ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ പ്രഭു ഞാൻ ഇന്ന് വന്നേക്കാം. അപ്പൊ ഇത് നമ്മളെല്ലാവരും കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നവരാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതായത് എന്റെ ഭഗവാന്റെ കൃപ എന്നിൽ ഉണ്ടാകും. അപ്പൊ ഭഗവാന് നമ്മളോട് ചേർത്തു കൊണ്ടിരിക്കണം സദാസമയം. അതുകൊണ്ടാണ് പറയണത് കൃഷ്ണ വില്ലിങ്. ഇപ്പോ ഭക്തിയിലായിട്ട് 10-25 വർഷം 10-30 വർഷം ആവാൻ പോണു. ഇപ്പൊ കൂടെ നമുക്ക് ആ ഒരു ചിന്തയില്ല. ഒരു ദിവസം ഞങ്ങള് ദ്വാരക കാണാൻ പോവാണ്. കുറച്ച് ചെന്നൈ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു. 2002 ടൈമിലാണ്, 2004 ഞങ്ങള് ദ്വാരകയിലേക്ക് പോകുകയാണ്, ദ്വാരക കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പോകുന്ന സമയത്ത് നമുക്ക് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോ ഞാന് എന്റെ ഗുരുദേവനെ വിളിച്ചു, ഫോൺ ചെയ്തു, ഹിസ് ഹോളിനസ് മഹാവിഷ്ണു ഗോസ്വാമിനെ. ഞാൻ എന്റെ ഗുരുദേവനോട് പറഞ്ഞു, ഗുരുദേവ്, വി ആർ കമ്മിങ് ടു ദ്വാരക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഗുരുദേവ്, യെസ് പ്ലീസ് കം മൈ ഡിയർ സൺ. എന്തൊക്കെയാണ് അറേഞ്ച്മെന്റ് വേണം? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഏകദേശം ഒരു 40 പേരുണ്ട്, ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം വേണം മഹാരാജ്, നമുക്കവിടെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചോളൂ. യാ അത് കുഴപ്പമൊന്നുമില്ല, വരൂ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളെല്ലാവരും ദ്വാരകയിലേക്ക് പോവാണ്. അപ്പൊ ദ്വാരകയിൽ പോകുമ്പോൾ മഹാരാജ് അവിടെ ഉണ്ടായിരുന്നില്ല. മഹാരാജ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി രാജ്കോട്ടിൽ അറേഞ്ച് ചെയ്തു. അപ്പൊ അവിടെ രാജ്കോട്ടില് ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളും കുറച്ച് സീനിയർ ഭക്തന്മാരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എത്തിയിടുമ്പോ തന്നെ ഏകദേശം 3:30 മണിയായി നമ്മളവിടെ എത്തുമ്പോ. രാവിലെ ട്രെയിനിലെല്ലാം പോയി. അപ്പൊ അവിടെ എത്തിയിടുമ്പോ തന്നെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നു, 4:30 മണിക്ക് മംഗളാരതി ഉണ്ട്. മംഗളാരതിക്ക് ശേഷം മഹാരാജ് ലെക്ചർ കൊടുക്കും, അതിനുശേഷം നിങ്ങൾ ചാൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നപ്പോ തന്നെ മഹാരാജ് ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങിയപ്പോൾ മഹാരാജ് ക്ലാസിന്റെ ഇടയിൽ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, this Arisoodan rascal was telling that he is coming to Dwaraka.
അവൻ എങ്ങനെ പറയാൻ സാധിക്കുന്നത്? അതായത് ഇവൻ ദ്വാരകയ്ക്ക് വരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം, ഭഗവാന്റെ മെർസി ഉണ്ടാവണം. പക്ഷേ ഇവൻ പറയണു ഞാൻ ദ്വാരകയിലേക്ക് വരുന്നു എന്ന്. എത്ര വിഡ്ഢിയാണ് ഇവൻ! എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കേട്ടോ, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് മഹാരാജ് സംസാരിക്കുന്നത്. അപ്പോ മഹാരാജ് അതിന് എന്താണ് കൂടുതലായിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതായത് നമ്മൾ എവിടെ പോകുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോ കുട്ടികളോട് ചോദിക്കുകയാണ് എന്നാണ് നീ എക്സാം എങ്ങനെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് എക്സാം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ എക്സാം എഴുതുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണ വില്ലിങ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പൊ എല്ലാത്തിലും കൃഷ്ണനെ ചേർക്കുക, അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മള് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അതിനെ ആശാബന്ധ എന്ന് പറയും. അതായത് ഹോപ്പ് കൃഷ്ണനിൽ മാത്രമാണ് എന്നുള്ള ചിന്ത. ഇനി സമുത്കണ്ഠ, ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമുക്ക് രാമായണത്തിൽ അത് കാണാൻ സാധിക്കും. രാമായണത്തില് ആരാണ് പഴങ്ങൾ കഴിച്ചുകൊണ്ട് ടേസ്റ്റ് നോക്കി ഭഗവാന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നത്? ശബരിയാണ്. അതായത് ദ ബെസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് ദ ബെസ്റ്റ് പഴം മാത്രം ഭഗവാന് വേണ്ടിയിട്ട് മാറ്റിവെക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ പറയാറുണ്ട് കേട്ടോ, നമ്മൾ എന്താണ് പറയണത്? ആദ്യം നമ്മള് പ്രസാദം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാന് നിവേദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പൊ നമ്മള് അതിന് ഓപ്പോസിറ്റ് ആണ് ഇവിടെ കാണുന്നത്. എന്താണ് ചെയ്യുന്നത്? ശബരി ഒരു പഴം കണ്ടു കഴിഞ്ഞാൽ പഴം എടുത്ത് അതിനെ പഴം പൊട്ടിച്ച് അതിനെ കടിച്ചു നോക്കിയിട്ട് രുചി ഉണ്ടോ നോക്കൂ. രുചി ഉണ്ടെങ്കിൽ അത് ഭഗവാന് വയ്ക്കും, അല്ലെങ്കിൽ അത് ദൂരെ കളയും. അപ്പൊ ഇത് ശരിയാണോ? ഇത് പെർഫെക്റ്റ് ആണോ? തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. അത് നമ്മുടെ സ്റ്റേജിന് ചെയ്യുമ്പോഴാണ് തെറ്റ്. അതായത് ശബരിയുടെ ഭഗവാനോടുള്ള ആ സ്നേഹത്തെ, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഇന്റൻസ് ലവ് എന്ന് പറയാം അതിന്. അതായത് എന്റെ ഭഗവാന് ദ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ്. അവിടെ വേറൊരു തരത്തിലുള്ള ചിന്തയും ഇല്ല. അവിടെ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എന്റെ ഭഗവാന് ദ ബെസ്റ്റ് കൊടുക്കണമെന്ന്. അതാണ് സമുത്കണ്ഠ. ശബരിക്ക് ആ സമുത്കണ്ഠ ഉണ്ടായിരുന്നു. ഭഗവാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ദിവസവും ഭഗവാൻ വരുന്ന റോഡിൽ നിറയെ പൂ കൊണ്ട്, അതായത് പൂവെടുത്ത് പൂവിന്റെ ഇതളുകളെല്ലാം എടുത്ത് ഒരു പരവതാനി പോലെ ഇട്ടുകൊണ്ട് എന്നും ഭഗവാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ശബരി. ഇനി നാമഗാന സദാരുചി. നാമഗാന സദാരുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ 16 മാല കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാമഗാന സദാരുചി കഴിഞ്ഞു. അത് ചൊല്ലുന്നത് വരെ മാത്രമേ നമുക്ക് അതിനോട് ഇന്റൻസ് ആയിട്ടുള്ളൊരു ഇതുള്ളൂ. അതിനുശേഷം കൃഷ്ണ ഭഗവാനെ എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അങ്ങനെയല്ല. സദാസമയം ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതാണ് നാമഗാന സദാരുചി. ഇനി അടുത്തത് ആസക്തി ഗുണാഖ്യാനെ, ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുന്നതിലുള്ള ആസക്തി, അതായത് സാധുസംഗം എടുക്കാനുള്ള ആസക്തി. അടുത്തത് പ്രീതിസ്തദ് വസതി സ്ഥലേ,
ഭഗവാന്റെ വാസസ്ഥലത്തിനോടുള്ള താല്പര്യം. അതായത് വാസസ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വാരക, അതേമാതിരി വൃന്ദാവൻ, ഭഗവാന്റെ ജഗന്നാഥന്റെ സ്ഥലമായിട്ടുള്ള പുരിധാമം, അങ്ങനെ അതായത് ദിവ്യ സ്ഥലങ്ങളോട്, ഭഗവാന്റെ ലീലാസ്ഥലികളോടുള്ള അത്യാർത്തി, അതിനോടുള്ള പ്രീതി, അവിടെ വസിക്കാനുള്ള ആഗ്രഹം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, ഒരു ഭക്തൻ ഭഗവത് ധാമത്തിൽ താമസിക്കണമെന്ന്. അപ്പൊ ഇതെല്ലാമാണ് 9 സിംറ്റംസ്, ഭാവഭക്തിയുടെ എക്സ്റ്റേണൽ സിംറ്റംസ് എന്ന് പറയാം നമുക്ക്. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? കൃഷ്ണ പ്രഭു 9ാമത്തെ ഒന്നുകൂടെ ഒന്ന് പറയണേ, അതിന്റെ പേര് എന്താ? പ്രീതി വസതി സ്ഥലേ. പ്രീതി, ഭഗവാന്റെ വാസസ്ഥലത്തിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ പ്രീതി, ലവ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?